നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സും അതിന്റെ ഡോക്യുമെന്റേഷനുമാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഏത് ഇന്റർനാഷണൽ ട്രേഡ് ആണെങ്കിലും ഡൊമസ്റ്റിക് ട്രേഡ് ആണെങ്കിലും ഫോറിൻ ട്രേഡിനകത്ത് വിച്ച് ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അക്രോസ് ബൗണ്ടറീസ് അല്ലെ. ഇപ്പൊ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ യൂസ് വരും, ഒരുപാട് ഫോർമാലിറ്റീസ് വരും, ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്ന്, റെസീറ്റ് ഓഫ് എൻക്വയറി ആൻഡ് സെൻഡിങ് കൊട്ടേഷൻസ്. അതായത് നമ്മുടെ ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ, പ്രോസ്പെക്റ്റീവ് ബയർ ഓഫ് എ പ്രോഡക്റ്റ് സെൻഡ്സ് ആൻ എൻക്വയറി to a different exports requesting them to send information about price, quality and terms of payment, etc. The exporter sends the reply to the inquiry in the form of quotation referred as a pro forma invoice. അതായത് പ്രോസ്പെക്റ്റീവ് ബയർ അദ്ദേഹത്തിന് വാങ്ങിക്കാൻ താല്പര്യമുള്ള എക്സ്പോർട്ടേഴ്സിന്റെ അടുത്തേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും. എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് തരൂ, പ്രൈസിന്റെയും ക്വാളിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് തരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ എക്സ്പോർട്ടർ എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് തിരിച്ച് അയച്ചു കൊടുക്കും, കൊട്ടേഷൻ മാർക്ക് ചെയ്ത് അയച്ചു കൊടുക്കും. അതിനൊരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് റെസീറ്റ് ഓഫ് എൻക്വയറി ആൻഡ് സെൻഡിങ് കൊട്ടേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ റെസീറ്റ് ഓഫ് ഓർഡർ ആൻഡ് ഇന്റന്റ്. ഇഫ് ബയർ ആ എക്സ്പോർട്ട് ചെയ്ത പ്രൈസിൽ സാറ്റിസ്ഫൈഡ് ആണ്, ബാക്കി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അയാൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അതാണ് റെസീറ്റ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. തേർഡ് വൺ, അസസിംഗ് ഇമ്പോർട്ടേഴ്സ് ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് സെക്യൂറിംഗ് ഗ്യാരണ്ടി ഫോർ പേയ്മെന്റ്സ്. നമ്മൾ ഒരു സാധനം കയറ്റുമതി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് തിരിച്ച് പണം തരുമോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണ്ടേ. സോ റെസീറ്റ് ഓഫ് ഇന്റന്റിന് ശേഷം എക്സ്പോർട്ടർ എപ്പോഴും ഒരു എൻക്വയറി നടത്തും. ആ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ആ വ്യക്തി, ഇമ്പോർട്ടറിന് കൃത്യമായിട്ട് ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടോ. അപ്പൊ അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? റിസ്ക് കുറയ്ക്കാൻ. എക്സ്പോർട്ടേഴ്സ് കൃത്യമായിട്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒക്കെ ഇമ്പോർട്ടറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പൊ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണ്? LOC അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അപ്പൊ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വളരെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എക്സ്പോർട്ടറും ഇമ്പോർട്ടറും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതിന് പകരം എക്സ്പോർട്ടറിന് ഒരു ബാങ്ക് ഉണ്ട്, ഇമ്പോർട്ടറിന്റെ ബാങ്ക് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇമ്പോർട്ടറിന്റെ ക്രെഡിറ്റ് വർത്തിനെസ് ആണല്ലോ നമ്മൾ നോക്കുന്നത്. ഇമ്പോർട്ടറിന്റെ ബാങ്ക് എൻഷുർ ചെയ്യും കൃത്യമായിട്ട് ഈ ബാങ്കിൽ നിന്ന് പൈസ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഇദ്ദേഹം ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള ആളാണെന്നുള്ളത് ഇമ്പോർട്ടറിന്റെ ബാങ്ക് എക്സ്പോർട്ടറിന്റെ ബാങ്കിന് എൻഷുർ ചെയ്യുന്ന ആ ഒരു ഡോക്യുമെന്റേഷൻ പ്രോസസ്സിനെയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്റ്റൈനിങ് എക്സ്പോർട്ട് ലൈസൻസ് എന്നുള്ളതാണ്. എക്സ്പോർട്ടർ കൃത്യമായിട്ട് പേയ്മെന്റിനെ കുറിച്ച് അഷുറൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ട് ഫോർമാലിറ്റീസ് തുടങ്ങാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എക്സ്പോർട്ട് ഫോർമാലിറ്റീസ് കൃത്യമായിട്ടുള്ള കസ്റ്റംസ് ലോ, എക്സ്പോർട്ട് ലൈസൻസ് ഒക്കെ നേരത്തെ എടുത്ത് അതിന്റെ പ്രൊസീജിയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എക്സ്പോർട്ട് ലൈസൻസ് എങ്ങനെ എടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI അപ്രൂവ് ചെയ്ത ബാങ്കിൽ നിന്ന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അവിടുന്ന് IEC, അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ, അതുപോലെ തന്നെ ഇത് എടുക്കേണ്ട സ്ഥലം റീജിയണൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസിംഗ് അതോറിറ്റിയിൽ നിന്നാണ് IEC നമ്പർ എടുക്കേണ്ടത്. അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ അവർക്കൊരു മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടും. എവിടെ നിന്ന് കിട്ടും? എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൽ നിന്ന് മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ അങ്ങനെ പിന്നെ അതിനുശേഷം നമ്മൾ ടു ഗെറ്റ് രജിസ്റ്റേർഡ് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഈസ് നെസസറി ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഓവർസീസ് പേയ്മെന്റ് ഫ്രം പൊളിറ്റിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ റിസ്ക്. ഇതിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ റിസ്ക് നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവര് ഇത്രയും പ്രൊസീജിയർ ചെയ്തതിനു ശേഷം ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനിലും കൂടെ രജിസ്റ്റർ ചെയ്യപ്പെടും. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടി, അപ്പൊ എക്സ്പോർട്ടർ കൃത്യമായിട്ട് ബാങ്കേഴ്സിനൊക്കെ അപ്രോച്ച് ചെയ്തു, അവിടെ നിന്ന് ഒരു പ്രീ ഷിപ്മെന്റ് ഫിനാൻസിന്റെ ഒരു റെസിപ്റ്റ് വാങ്ങിക്കും. പിന്നെ പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ്. എക്സ്പോർട്ടർ പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് ബാങ്കിൽ നിന്ന് കിട്ടിയതിനു ശേഷം കൃത്യമായിട്ട് ഗുഡ്സ് എല്ലാം റെഡിയാക്കും ഇമ്പോർട്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ. ഇവിടെ ക്വാളിറ്റി കൺട്രോൾ ആണ്. അതായത് പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ ഈസ് കമ്പൽസറി ഇൻ ഇന്ത്യ ആസ് പെർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻ ആക്ട് 1963. ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ കൃത്യമായിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കസ്റ്റംസ് അതോറിറ്റി വന്നിട്ട് ഷിപ്മെന്റ് ഓഫ് ഗുഡ്സ് ഒക്കെ പെർഫെക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കിട്ടും? ഈ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിന്നെ ക്ലിയറൻസ് ആണ്, എക്സൈസ് ക്ലിയറൻസ്. സെൻട്രൽ എക്സൈസ് ടാരിഫ് ആക്ട് അനുസരിച്ച് excise duty on raw materials used in manufacturing goods is to be paid. കൃത്യമായിട്ട് എക്സൈസ് ഡ്യൂട്ടി പേ ചെയ്തിരിക്കണം. പല കേസസിലും ഗവൺമെന്റ് പേയ്മെന്റ്സ് എക്സംപ്റ്റ് ചെയ്യാറുണ്ട് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന രീതി അനുസരിച്ച്. ഫോർ ദിസ് പർപ്പസ് എക്സ്പോർട്ടർ അപ്രോച്ചസ് ദ കൺസേൺഡ് എക്സൈസ് കമ്മീഷണർ ഇൻ ദ റീജിയൻ വിത്ത് ആൻ ഇൻവോയ്സ്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ പോലീസ് ക്ലിയറൻസ് ഒക്കെ കിട്ടിയിട്ടില്ലേ, അതുപോലെ എക്സൈസ് ക്ലിയറൻസ് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും? കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് അത് അപ്ലൈ ചെയ്യും. അപ്പൊ എക്സൈസ് കമ്മീഷണർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അദ്ദേഹം ക്ലിയറൻസ് ഇഷ്യൂ ചെയ്യും.
പിന്നെ അവർക്ക് ഫണ്ട് എന്തെങ്കിലും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്ത് ഡ്രോബാക്ക് ചെയ്ത് കൊടുക്കും. 9th സ്റ്റെപ്പ് ആണ് ഒബ്റ്റൈനിങ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. ദിസ് ഇസ് എ സർട്ടിഫിക്കറ്റ് വിച്ച് സ്പെസിഫൈസ് ദ കൺട്രി ഇൻ വിച്ച് ഗുഡ്സ് ആർ ബീങ് പ്രൊഡ്യൂസ്ഡ്. എന്താ അതിന്റെ അർത്ഥം? ഏത് രാജ്യത്താണോ ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടുന്ന് പുറപ്പെടുവിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ക്ലിയറിംഗ് ഓഫ് ഒറിജിൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. This certificate enables the importer to claim tariff concession or other exemptions which were agreed between nations. രാജ്യങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള താരിഫ് കൺസെഷനോ വേറെ എക്സംഷൻസിനോ ഇമ്പോർട്ടറിന് കിട്ടണമെങ്കിൽ അത് ഈ സർട്ടിഫിക്കറ്റ് കാണിക്കണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. This certificate specifies the country in which goods are being produced. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Import regulations of a foreign country may require that all import consignments must carry a certificate of ഒറിജിൻ. ഇമ്പോർട്ട് റെഗുലേഷൻസിന്റെ സമയത്ത് ഒരു ഫോറിൻ കൺട്രിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് കൺസൈൻമെന്റ്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. ദ പർപ്പസ് ഓഫ് ദിസ് സർട്ടിഫിക്കറ്റ് ഇസ് ടു ചാർജ് കസ്റ്റംസ് ഡ്യൂട്ടി അറ്റ് എ കൺസെഷണൽ റേറ്റ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി ഏർപ്പെടുത്തുക ഒരു കൺസെഷണൽ റേറ്റിൽ. ഇവിടെ എന്തെങ്കിലും ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കൺട്രീസിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അതിന് ഇത്തരത്തിൽ കസ്റ്റംസ് ഡ്യൂട്ടി വിത്ത് കൺസെഷണൽ റേറ്റ് ഏർപ്പെടുത്തുക എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിന്റെ യൂസേജ് എന്ന് പറയുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ്, എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ എക്സെട്ര. ദെൻ റിസർവേഷൻ ഓഫ് ഷിപ്പിംഗ് സ്പേസ്. നെക്സ്റ്റ് വൺ, എക്സ്പോർട്ടിംഗ് ഫേം കൃത്യമായിട്ട് ഷിപ്പിംഗ് കമ്പനിക്ക് പ്രൊവിഷൻസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ it has to specify the type of goods to be exported, then probable date of shipment, port of destination. കൃത്യമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ ഗുഡ്സ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, എന്താണ് പ്രോബബിൾ ഡേറ്റ് എന്നാണ്, എവിടെ ഏത് പോർട്ടിലോട്ടാണ് ഇത് ഷിപ്പ് ചെയ്യുന്നത്, അതുപോലെ ഷിപ്പിംഗ് കമ്പനിയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഉള്ളത്. ഷിപ്പിംഗ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ആണ്, ഷിപ്പിംഗ് കമ്പനിയുടെ ഇൻസ്ട്രക്ഷൻസ് ആണ് ടു ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് that specified goods are after their customs clearance at a designated port be received on board. That is shipping order. Then packing and forwarding. Goods കൃത്യമായിട്ട് പ്രോപ്പർലി പാക്ക് ചെയ്തിരിക്കണം, മാർക്ക് ചെയ്തിരിക്കണം, കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അതിലുണ്ടായിരിക്കണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഇമ്പോർട്ടർ, അതുപോലെ തന്നെ ഗ്രോസ് നെറ്റ് വെയിറ്റ്, ഷിപ്മെന്റ് പോർട്ട്, ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. എക്സ്പോർട്ടർ നെസസറി അറേഞ്ച്മെന്റ്സ് നടത്തിയിരിക്കണം, കൃത്യമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ടോ, ഗുഡ്സ് കൃത്യമായിട്ട് ആ പോർട്ടിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് എക്സ്പോർട്ടർ എൻഷുർ ചെയ്യണം. ദെൻ ഇൻഷുറൻസ് ഓഫ് ഗുഡ്സ്. എപ്പോഴും എക്സ്പോർട്ടർ ഗെറ്റ്സ് ഇൻഷുർഡ്. ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള ഗുഡ്സ് കയറ്റി അയക്കുന്ന സമയത്ത് ആ ഗുഡ്സിനൊരു പ്രൊട്ടക്ഷൻ, ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജോ എന്തെങ്കിലും തരത്തിലുള്ള പെരിഷബിൾ ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മോശമാവാതിരിക്കും, ആ തരത്തിൽ എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള ഇൻഷുറൻസ് എടുക്കാറുണ്ട്. Then customs clearance. Goods must be cleared from customs before these can be loaded on the ship. ഷിപ്പിൽ കയറുന്നതിന് മുൻപ് ഫൈനലി കസ്റ്റംസിന്റെ ക്ലിയറൻസ് കിട്ടിയിരിക്കണം. കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടണമെങ്കിൽ എക്സ്പോർട്ടർ കൃത്യമായിട്ട് ഷിപ്പിംഗ് ബില്ല് പ്രിപ്പയർ ചെയ്യണം. 5 copies ഓഫ് ഷിപ്പിംഗ് ബില്ല് ഉണ്ടായിരിക്കണം. പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് ലൈക്ക് എക്സ്പോർട്ട് കോൺട്രാക്ട്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, നമ്മൾ പറഞ്ഞല്ലോ, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ, അതുപോലെ മറൈൻ ഇൻഷുറൻസ് പോളിസി. ഇത്രയും ഡോക്യുമെന്റ്സിന്റെ കൂടെ 5 copies ഓഫ് ഷിപ്പിംഗ് ബില്ലും ഉണ്ടായിരിക്കണം. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ദ കൺസേൺ ട്രസ്റ്റ്, ഏത് പോർട്ടാണോ ആ പോർട്ടിലെ സൂപ്പറിൻറ്റൻഡന്റ് കൃത്യമായിട്ട് കാർട്ടിംഗ് ഓർഡറിൽ വന്ന് അപ്രോച്ച് ചെയ്യും. ആഫ്റ്റർ കാർട്ടിംഗ് ഓർഡറിലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാർഗോയിൽ ഫിസിക്കലി ഗുഡ്സ് മൂവ് ചെയ്യാനുള്ള പെർമിഷൻ അലോ ചെയ്യും. ഷിപ്പിംഗ് ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ടർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കസ്റ്റംസ് ഓഫീസ് ഗീവ്സ് എ പെർമിഷൻ എക്സ്പോർട്ട്. എക്സ്പോർട്ടിന് പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഷിപ്പിംഗ് ബില്ല് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഗുഡ്സ് ബീങ് എക്സ്പോർട്ടഡ്. ഏതൊക്കെ ഗുഡ്സ് ആണ് കയറ്റി അയക്കുന്നത്, വെസലിന്റെ പേരെന്താണ്, ഷിപ്മെന്റിന്റെ പേരെന്താണ്, എക്സ്പോർട്ടേഴ്സിന്റെ പേരെന്തൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. കാർട്ടിംഗ് ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻസ്ട്രക്ഷൻസ് ടു ദ സ്റ്റാഫ് അറ്റ് ദ ഗേറ്റ് ഓഫ് ദ പോർട്ട് ടു പെർമിറ്റ് ദ എൻട്രി ഓഫ് ദ കാർഗോ ഇൻസൈഡ് ദ ഡോക്ക്. കാർഗോ ഉള്ളിലേക്ക് കയറ്റിവിടാൻ വേണ്ടിയിട്ട് സ്റ്റാഫിന്, ഗേറ്റിലുള്ള സ്റ്റാഫിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് കാർട്ടിംഗ് ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഒബ്റ്റൈനിങ് നീഡ്സ് റെസീറ്റ്. ഗുഡ്സ് കൃത്യമായിട്ട് ബോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഡ്സ് ആർ ദെൻ ലോഡഡ് ആൻഡ് ഓൺ ദ ബോർഡ് ടു ഷിപ്പ് ഫോർ വിച്ച് ദ മെയ്റ്റ് ഓർ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഇഷ്യൂ മെയ്റ്റ് റെസീറ്റ് ടു ദ പോർട്ട് സൂപ്പറിൻറ്റൻഡന്റ്. പോർട്ട് സൂപ്പറിൻറ്റൻഡന്റിന് അവിടുത്തെ ക്യാപ്റ്റൻ ഈ സാധനങ്ങൾ ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെസീറ്റ് കൊടുക്കും. അതാണ് മെയ്റ്റ്സ് റെസീറ്റ് എന്ന് പറയുന്നത്. The port superintendent on the receipt of port hands over the mate's receipt to the exporter
or his CRF agent. എക്സ്പോർട്ടറിനോ അദ്ദേഹത്തിന്റെ ഏജന്റിനോ ഈ മെയിൻസ് റെസീറ്റ് ഈ സൂപ്പറിൻറ്റൻഡന്റ് കൈമാറും. മെയ്ഡ് റെസീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ ഡോക്യുമെന്റ് അക്നോളജിങ് ദ റെസീറ്റ് ഓഫ് ഗുഡ്സ് ഓൺ ദ ഷിപ്പ്. ഇറ്റ് ഈസ് എ റെസീറ്റ് ഇഷ്യൂഡ് ബൈ ദ ക്യാപ്റ്റൻ ടു ദ സൂപ്പറിൻറ്റൻഡന്റ് and it contains information about the name of the vessel, date of shipment, description of package, then marks and numbers, conditions, cargo time, board of the ship, etc. Then payment of freight and receipt of bill of lading, clearing and forwarding agent surrender the maid's receipt to the shipping company for computation of freight. Freight compute ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ കൊമേഴ്സ് പഠിക്കുന്ന സമയത്ത് ഫ്രൈറ്റ് ആൻഡ് ചാർജസ് എന്നൊക്കെ പറഞ്ഞ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല. ഈ ഫ്രൈറ്റ് ആണ് ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ CNF അല്ലെങ്കിൽ എക്സ്പോർട്ടറിന്റെ ഏജന്റ് കൃത്യമായിട്ട് മെയ്ഡ്സ് റെസീപ്റ്റ് എന്ത് ചെയ്യും, ഷിപ്പിംഗ് കമ്പനിക്ക് സറണ്ടർ ചെയ്യും ഫ്രൈറ്റ് ചാർജ് ചെയ്യാനായിട്ട്. ഫ്രൈറ്റിന് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കിട്ടിയതിനു ശേഷം ഷിപ്പിംഗ് കമ്പനി ഒരു ബിൽ ഓഫ് ലേഡിംഗ് ഇഷ്യൂ ചെയ്യും. അതാണ് ഷിപ്പിംഗ് കമ്പനി അവർക്ക് സെർവ് ചെയ്യുന്നുള്ളതിന്റെ എവിഡൻസ്. ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെന്റും ഫോർവേഡിംഗ് ഏജന്റും തമ്മിലുള്ളൊരു ഷിപ്പിംഗ് കമ്പനിയും ഫോർവേഡിംഗ് ഏജന്റും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്നത്. wherein the shipping company agrees to carry goods to the destined port against the payment of freight. Title of the goods give ownership right to the person who is holding. ആരാണ് ഹോൾഡ് ചെയ്യുന്നത് അദ്ദേഹത്തിലേക്ക് ഇതിന്റെ ടൈറ്റിൽ മാറിയിട്ടുണ്ട്. ഇത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്, എൻഡോഴ്സ്മെന്റ് ഓഫ് ഡെലിവറി ഉള്ളതാണ് എന്നുള്ളതാണ് ബിൽ ഓഫ് ലേഡിംഗിന്റെ അർത്ഥം. Captain of the ship gives a delivery of goods to the importer only when he presents the copy of the bill of lading. ഇമ്പോർട്ടർക്ക് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഗുഡ്സ് ഡെലിവറി ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഈ ബിൽ ഓഫ് ലേഡിംഗ് കൊടുക്കേണ്ടി വരും. ഇറ്റ്സ് എൻ എവിഡൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഷിപ്മെന്റ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് എക്സ്പോർട്ട് ഇൻവോയ്സ്. ഗുഡ്സ് സെൻഡ് ചെയ്തതിനു ശേഷം ഇൻവോയ്സ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ ദ കസ്റ്റംസ് അതോറിറ്റീസ്. അതേപോലെ എക്സ്പോർട്ട് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സ്പോർട്ടേഴ്സ് ബിൽ വിച്ച് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ഗുഡ്സ്. എക്സ്പോർട്ട് ബില്ല്, എക്സ്പോർട്ടേഴ്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടേഴ്സിന്റെ ബില്ലാണ്. അതിനകത്ത് നമ്പർ ഓഫ് പാക്കേജും ഷിപ്പിന്റെ പേരും പോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻസും ഡെലിവറി പേയ്മെന്റ്സും ഒക്കെ ഇൻവോൾവ് ആണ്. ദെൻ സെക്യൂറിംഗ് പേയ്മെന്റ്സ്. ആഫ്റ്റർ ഷിപ്മെന്റ് ഓഫ് ഗുഡ്സ് എക്സ്പോർട്ടർ ഇൻഫോം ഇമ്പോർട്ടർ അബൌട്ട് ഷിപ്മെന്റ് ഓഫ് ഗുഡ്സ്. നമ്മളെല്ലാം കയറ്റി അയച്ചു, എക്സ്പോർട്ടർ ഇമ്പോർട്ടറിനെ അറിയിക്കും എല്ലാം കയറ്റി അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പി ഓഫ് ഇൻവോയ്സ്, ബിൽ ഓഫ് ലേഡിംഗ്, പാക്കിംഗ് ലിസ്റ്റ്, ഇൻഷുറൻസ് പോളിസി, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എല്ലാം എക്സ്പോർട്ടർ കൃത്യമായിട്ട് ബാങ്ക് വഴി അയച്ചിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഇമ്പോർട്ടർ കൃത്യമായിട്ട് ക്ലിയറൻസിന് സമയത്ത് കിട്ടും. ദ എക്സ്പോർട്ടർ ഗെറ്റ് പേയ്മെന്റ് ഫ്രം ഹിസ് ബാങ്ക് ഓൺ ദ സബ്മിഷൻ ഓഫ് നെസസറി ഡോക്യുമെന്റ്സ് കോൾഡ് നെഗോഷിയേഷൻസ് ഓഫ് ദി ഡോക്യുമെന്റ്സ്. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ടർക്ക് എന്ത് കിട്ടും, ഇമ്പോർട്ടറിന്റെ ബാങ്കിൽ നിന്ന് പേയ്മെന്റ് കിട്ടും. ഇനി എക്സ്പോർട്ട് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സ്. അതിൽ ഒന്നാമത്തതാണ് എക്സ്പോർട്ട് ഇൻവോയ്സ് അല്ലെങ്കിൽ റെഫർ നോട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് പാക്കിംഗ് ലിസ്റ്റ്. പാക്കിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പാക്കുകളാണ് അതിനകത്തുള്ളത്, ഏത് തരം പാക്കുകളാക്കുന്നതിൻ്റെ ഒരു ലിസ്റ്റാണ്. മൂന്നാമത് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, അതിനാണ് റെഫർ നോട്ട് എന്ന് പറയുന്നത്. നാലാമത്തത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ. ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിനായിട്ടാണ് ഈ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. അത് ഇഷ്യൂ ചെയ്യുന്നത് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ഇൻസ്പെക്ടിംഗ് ഗുഡ്സ് ചെയ്തതിനു ശേഷം ഏജൻസി കൃത്യമായിട്ട് എന്ത് ചെയ്യും, എക്സ്പോർട്ടറിന് ഇത് ഇഷ്യൂ ചെയ്ത് കൊടുക്കും, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ. പിന്നെ ഷിപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ ഷിപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞാണ് ഈ മെയ്ഡ്സ് റെസീറ്റ്, അതേപോലെ തന്നെ ഷിപ്പിംഗ് ബില്ല്, ബിൽ ഓഫ് ലേഡിംഗ്. ദെൻ എയർവേ ബില്ലുണ്ട്. ഈ എയർവേ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഓഫ് ലേഡിംഗ് പോലെ തന്നെ ഒരു ഡോക്യുമെന്റ്സ് ആണ്. ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർവേ കമ്പനി ആണ് ഷിപ്പിംഗ് കമ്പനി എങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്നതാണ് എയർവേ ബില്ല് എന്ന് പറയുന്നത്. മറൈൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇൻഷുറൻസ് കോൺട്രാക്ട് whereby the insurance company agrees in consideration of premium to indemnify the insured against the loss incurred by perils of the sea. മറൈൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇൻഷുറൻസ് കമ്പനി പ്രീമിയം ഇൻഡെമിനിഫൈഡ് ടൈപ്പ് ഓഫ് സീയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് മറൈൻ ഇൻഷുറൻസ് പോളിസി സർട്ടിഫിക്കറ്റ് ആയിരിക്കും. പിന്നെ ഈ പേയ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അത് നമ്മൾ പറഞ്ഞു LOC ബാങ്കുകൾ തമ്മിൽ ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രാൻസാക്ഷന് വരുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എക്സ്പോർട്ടർ ഡ്രോസ് ദ ബിൽ ഓൺ ദി ഇമ്പോർട്ടർ ആസ്കിംഗ് ഹിം ടു പേ സ്പെസിഫൈഡ് എമൗണ്ട് ടു എ സർട്ടൻ പേഴ്സൺ ഓർ ദ ബിയർ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. സംടൈംസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരും. അപ്പോൾ എക്സ്പോർട്ടർ പറയും ഇത്ര എമൗണ്ട് നിങ്ങൾ ഇമ്പോർട്ടർ ഇന്ന ആൾക്ക് പേ ചെയ്യണം. ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ടൈറ്റിൽ ഓഫ് എക്സ്പോർട്ട്
ചെയ്ത ഗുഡ്സിന് ടൈറ്റിൽ കിട്ടാൻ ഏതൊക്കെയാണോ ഡോക്യുമെന്റ്സ് വേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് ഇമ്പോർട്ടർക്ക് പാസ് ചെയ്ത് കൊടുത്തിരിക്കും. നമ്മൾ എക്സ്പോർട്ടഡ് ഡോക്യുമെന്റ്സിന്റെ കാര്യമാണ് നമ്മൾ നോക്കിയത്. ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് ആണ്. അതിൽ ഒന്നാമതാണ് ട്രേഡ് എൻക്വയറി എന്ന് പറയുന്നത്. ട്രേഡ് എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ റിക്വസ്റ്റ് ആണ്. ഇമ്പോർട്ടർ എക്സ്പോർട്ടർക്ക് കൊടുക്കുന്ന റിട്ടൺ റിക്വസ്റ്റ് ആണ്. കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് തരണം. പ്രൈസിനെ കുറിച്ചും ക്വാളിറ്റിനെ കുറിച്ചും ക്വാണ്ടിറ്റിനെ കുറിച്ചും കണ്ടീഷൻസിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഡേറ്റ തരണം. അതുപോലെ എക്സ്പോർട്ടർ അത് കൊട്ടേഷൻസ് പ്രിപ്പയർ ചെയ്ത് ഇമ്പോർട്ടർക്ക് അയക്കും. ഈ കൊട്ടേഷൻ പ്രൊഫോമ ഇൻവോയ്സ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തതാണ് ഒബ്റ്റൈനിങ് ഇമ്പോർട്ട് ലൈസൻസ് എന്നുള്ളത്. ഇന്ത്യയിൽ ഇമ്പോർട്ട് ലൈസൻസ് വേണം, രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമ്പർ ആണ് എടുക്കുന്നത്. ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസിങ് അതോറിറ്റി എന്നാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് ഒബ്റ്റെയിൻ ചെയ്യാന്നുള്ളത്. ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് RBI ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടർ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻസ് RBIയിൽ സബ്മിറ്റ് ചെയ്ത് ഫോറിൻ എക്സ്ചേഞ്ച് ഇഷ്യൂ ചെയ്യാൻ പറയണം. നാലാമത്തതാണ് പ്ലേസിംഗ് ഓർഡർ അല്ലെങ്കിൽ ഇന്റന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇമ്പോർട്ട് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഇമ്പോർട്ടർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇമ്പോർട്ട് ഓർഡർ വാങ്ങിച്ചെടുക്കുക, ഏതൊക്കെ പ്രൊഡക്ട്സിനാണ് വേണ്ടതെന്നുള്ളത്. അതിനകത്ത് കൃത്യമായിട്ടുള്ള വില, ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഓഫ് ഗുഡ്സ്, പോർട്ട് ഏതാണ്, ഡെസ്റ്റിനേഷൻ ഏതാണെന്നൊക്കെ ഉള്ളത് മെൻഷൻ ചെയ്ത് വെക്കും. ദെൻ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒബ്റ്റെയിൻ ചെയ്യുക. എന്താണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇമ്പോർട്ടർ മസ്റ്റ് ആയിട്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എക്സ്പോർട്ടർക്ക് അയച്ചു കൊടുത്തിരിക്കണം. ദെൻ അറേഞ്ചിങ് ഫോർ ഫിനാൻസിങ്. ഇമ്പോർട്ടർ എപ്പോഴും അറേഞ്ച്മെന്റ്സ്, പേയ്മെന്റ് എങ്ങനെ ചെയ്യും, എക്സ്പോർട്ടർക്ക് ഏത് തരത്തിലാണ് ഗുഡ്സ് അറൈവ് ചെയ്ത് വരുമ്പോഴത്തേക്കും പേയ്മെന്റ് കൊടുക്കേണ്ടത്, അതിനെക്കുറിച്ച് അഡ്വാൻസ് പ്ലാനിങ് ചെയ്ത് വെച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെനാൽറ്റീസ് കിട്ടും. റെസീറ്റ് ഓഫ് ഷിപ്മെന്റ് അഡ്വൈസ്. ആഫ്റ്റർ ഗുഡ്സ് ഷിപ്പിൽ ലോഡ് ചെയ്തതിനു ശേഷം എക്സ്പോർട്ടർ എന്ത് ചെയ്യും, ഷിപ്മെന്റ് അഡ്വൈസ് ഇമ്പോർട്ടർക്ക് കൊടുക്കും. ദെൻ റിട്ടയർമെന്റ് ഓഫ് ഇമ്പോർട്ട് ഡോക്യുമെന്റ്സ്. ആഫ്റ്റർ ഷിപ്മെന്റ് ഓഫ് ഗുഡ്സിന് ശേഷം എക്സ്പോർട്ടർ പ്രിപ്പയർ ചെയ്യുന്ന ചില ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം ബാങ്കർക്ക് അവർ ക്യാരി ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇമ്പോർട്ടറിന്റെ കയ്യിലേക്ക് അത് കിട്ടും. അപ്പം ഇത് കിട്ടണമെങ്കിൽ പുള്ളി ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഏതൊക്കെ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, മറൈൻ ഇൻഷുറൻസ് പോളിസി, ഇതൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ദെൻ ഡോക്യുമെന്ററി ബിൽ ഓഫ് എക്സ്ചേഞ്ച് രണ്ട് തരത്തിലാണുള്ളത്. ഡോക്യുമെന്റ്സ് എഗനിസ്റ്റ് പേയ്മെന്റ്, ഡോക്യുമെന്റ് എഗനിസ്റ്റ് അക്സെപ്റ്റൻസ്. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി in the case of side draft, the exporter instructs the bank to hand over the relevant documents to the importer only against payment. സൈഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ടർ കൃത്യമായിട്ട് ബാങ്കിനോട് പറഞ്ഞിരിക്കും, ഇമ്പോർട്ടർക്ക് പേയ്മെന്റ് കിട്ടിയെങ്കിൽ മാത്രം ഇത് ഹാൻഡ് ഓവർ ചെയ്താൽ മതി. ഉസെൻസ് ഡ്രാഫ്റ്റിൽ ഡ്രോയർ ഇൻസ്ട്രക്ട് അല്ലെങ്കിൽ എക്സ്പോർട്ടർ ഇൻസ്ട്രക്ട് ചെയ്തിരിക്കും, ഹാൻഡ് ഓവർ 11 ഡോക്യുമെന്റ്സ് ടു ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഹാൻഡ് ഓവർ ചെയ്തോളൂ. Acceptance of bill of exchange for the purpose of getting delivery of documents is known as retirement of import documents. ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഡെലിവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് റിട്ടയർമെന്റ് ഓഫ് ഇമ്പോർട്ട് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. 9th വണ്ണാണ് അറൈവൽ ഓഫ് ഗുഡ്സ്. വെൻ ദ ഗുഡ്സ് അറൈവ് ഇൻ ദ ഇമ്പോർട്ടേഴ്സ് കൺട്രി, ഇമ്പോർട്ടേഴ്സിന്റെ കൺട്രിയിലെ ഗുഡ്സ് എത്തി, ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ ഷിപ്പ് ഇൻഫോംസ് ദ ഓഫീസർ ടു ചാർജ് ദ ഡോക്ക് അബൌട്ട്. ഡോക്യുമെന്റ്സിനെ കുറിച്ചും വന്ന ഗുഡ്സിനെ കുറിച്ചും അതിന്റെ കൺസേൺ ഓഫീസറെ അറിയിച്ചു. പുള്ളി എന്ത് ചെയ്തു, ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് ഫോർ അൺലോഡിംഗ് കാർഗോ അദ്ദേഹത്തിനെ വിളിച്ചു. ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഡോക്യുമെന്റ് ആണ്. ഏതൊക്കെയാണ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ്. എന്തിനാന്ന് വെച്ചാൽ അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗുഡ്സ് അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. ദെൻ കസ്റ്റംസ് ക്ലിയറൻസ് ഫൈനലി കൊടുക്കും. ഇമ്പോർട്ടറിന് ഡോക്യുമെന്റ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പേയ്മെന്റ് എല്ലാം, കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം പേ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്ത് കൊടുക്കും. ഇത് എക്സാമിനേഷന് ശേഷം മാത്രമേ, പോർട്ട് അതോറിറ്റിയുടെ എക്സാമിനേഷന് വെച്ചിട്ട് എക്സാമിനേഷന് ശേഷം മാത്രമേ പോർട്ട് അതോറിറ്റിക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യത്തുള്ളൂ. നെസസറി ചാർജസ് ഒക്കെ റിസീവ് ചെയ്തതിനു ശേഷം പോർട്ട് അതോറിറ്റി ഒരു റിലീസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. ദെൻ ബിൽ ഓഫ് എൻട്രി എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ബിൽ ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടർ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ്. അദ്ദേഹത്തിന് ഗുഡ്സ് അറൈവൽ ഇതിനെ കുറിച്ചിട്ടുള്ളൊരു ഡേറ്റ കിട്ടാൻ വേണ്ടി, ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി. ഇതിനകത്ത് പേരും അഡ്രസ്സും, ഇമ്പോർട്ടന്റ് പേരും അഡ്രസ്സും, ഷിപ്പിന്റെ പേര്, നമ്പർ ഓഫ് പാക്കേജസ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഓഫ് വാല്യൂ ഓഫ് ഗുഡ്സ്, ഇതിനെല്ലാം എൻഷുർ ചെയ്തിരിക്കും. ഇതിനകത്ത് ഇറ്റ് ഹാസ് ടു ബി ഇൻ ട്രിപ്ലിക്കേറ്റ് ആൻഡ് ഇസ് ടു ബി സബ്മിറ്റഡ് ടു ദ കസ്റ്റംസ് ഓഫീസ്. ദർ ആർ 3 types ഓഫ് ബിൽ ഓഫ് എൻട്രി. ഇത് കസ്റ്റംസ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 3 ടൈപ്പിലുള്ള ബിൽ ഓഫ് എൻട്രി ഉണ്ട്. ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംപ്ഷൻ, വൈറ്റ് in color. Bill of entry prepared by the importer in paying customs duty for the whole lot of goods are taking delivery of all the goods. Bill of entry for warehousing എന്ന് പറഞ്ഞാൽ യെല്ലോ കളറിലായിരിക്കും. Bill of entry prepared by the importer does not pay customs duty.
ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഡ്യൂട്ടി എല്ലാം പേ ചെയ്തു. ഇവിടെ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്തില്ല ഇമ്പോർട്ടഡ് ഗുഡ്സിന്. വുഡ് ലൈക്ക് ടു ട്രാൻസ്ഫർ ഗുഡ്സ് ഓൺ ബോണ്ടഡ് വെയർഹൗസ്. ബോണ്ടഡ് വെയർഹൗസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദെൻ എക്സ്ബോർഡ് ബിൽ ഓഫ് എൻട്രി, അത് ഗ്രീൻ കളറിലാണ്. ബിൽ ഓഫ് എൻട്രി പ്രിപ്പയർഡ് ബൈ ദ ഇമ്പോർട്ടർ വൺസ് ടു ഗെറ്റ് ഡെലിവറി ഫ്രം ദ ഗുഡ്സ് ബോണ്ടഡ് വെയർഹൗസ്. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ദെൻ എന്താണ് ഫോറിൻ ട്രേഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് ആൻഡ് ഓർഗനൈസേഷണൽ സപ്പോർട്ട്? ജനറൽ തിങ്സ് ആണ്. മേജർ ട്രേഡ് പ്രൊമോഷൻസ് മെഷേഴ്സ് ആൻഡ് സ്കീംസ് ടു ബൂസ്റ്റ് ഇന്റർനാഷണൽ ബിസിനസ്. ഒന്ന് ഡ്യൂട്ടി ഡ്രോബാക്ക് സ്കീം. It refers to the refund of customs and excise duties paid on inputs used in the manufacture of export goods. Export goods manufacture ചെയ്യുന്ന സമയത്ത് കസ്റ്റം ഡ്യൂട്ടിയും എക്സൈസ് ഡ്യൂട്ടിയും പേ ചെയ്ത കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സൈസ് ഡ്യൂട്ടിയും റീഫണ്ട് ചെയ്യപ്പെടുന്നു. അതിനെയാണ് ഡ്യൂട്ടി ഡ്രോബാക്സ് എന്ന് പറയുന്നത്. സം ഡ്യൂട്ടി ഡ്രോബാക്സ് ഇൻക്ലൂഡ് റീഫണ്ട് ഓഫ് എക്സൈസ് ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ദാറ്റ് ഇസ് മെന്റ് ഫോർ എക്സ്പോർട്സ്, റീഫണ്ട് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടീസ്, മെറ്റീരിയൽസ്, മെഷീൻസ് എക്സെട്ര. Then export manufacturing under bond scheme. ഈ ഫെസിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫെസിലിറ്റി ഫോംസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് എക്സൈസ് ആൻഡ് അതർ ഡ്യൂട്ടീസ്. പേയ്മെന്റ് ഒന്നും ചെയ്യാതെ തന്നെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. This firm desires for availing such facilities have to be an undertaking that they are manufacturing goods for export purpose and will export such products on their production. ഇവർ പറയുന്നത് കൃത്യമായിട്ട് എക്സ്പോർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ അവർക്ക് അതൊക്കെ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രൊഡക്ഷനെ ബേസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ടിനെ ബേസ് ചെയ്ത് ഡ്യൂട്ടീസ് പേ ചെയ്യുന്നു. Then exemption from payment of sales tax. Goods meant for export purpose are not subject to sales tax. അവ സെയിൽസ് ടാക്സിൽ വരുന്നില്ല. ലോങ് ടൈമിന് ശേഷം ഇൻകം ഡിറൈവ്ഡ് ഫ്രം എക്സ്പോർട്ട് ഓപ്പറേഷൻസ് ഹാഡ് ബീൻ എക്സംപ്റ്റ് ഫ്രം പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്. എക്സ്പോർട്ട് ഓപ്പറേഷൻസ് നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഇൻകം എക്സംപ്റ്റഡ് ആണ് ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. ഇപ്പോൾ the benefit exemption from income tax is available. 100% export oriented units set up export processing zones, special economic zones, സെസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സെലക്ടഡ് ഇയേഴ്സിൽ അവർക്കൊക്കെ കൺസെഷൻസ് കിട്ടാറുണ്ട്. Then advance license scheme. It is a scheme under exporter is allowed duty free supply. Domestic production duty free supply ആണ്. അതേപോലെ തന്നെ as well as imported inputs required for the manufacture of export goods. അതാണ് അഡ്വാൻസ് ലൈസൻസിങ് സ്കീം. എക്സ്പോർട്ടറിന് അലൗഡ് ആണ് ഡ്യൂട്ടി ഫ്രീ സപ്ലൈ ഓഫ് ഡൊമസ്റ്റിക് ഗുഡ്സ്, അതുപോലെ തന്നെ ഗുഡ്സ് മാനുഫാക്ചർ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ, അതിന്റെ ഇൻപുട്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷൻസ്. ദെൻ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ് സ്കീം EPCG. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്കീം എന്ന് പറയുന്നത് ടു എൻകറേജ് ദ ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഫോർ എക്സ്പോർട്ട് പ്രൊഡക്ഷൻ. എക്സ്പോർട്ട് സാധനങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്നു. This scheme allows the export firms to import capital goods at a lower rate. അപ്പോൾ capital goods ഒക്കെ lower rateൽ customs duty ഒക്കെ വളരെ കുറച്ച് ആണ് എടുക്കുന്നത്. Supporting manufacturers and service providers are also eligible to import capital goods under this scheme. മാനുഫാക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ സർവീസ് പ്രൊവൈഡേഴ്സിനൊക്കെ ഇത്തരത്തിലുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ ആണ്. ഈ സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് ബെനിഫിറ്റ്സ് ആണ്, മോഡേണൈസേഷന് വളരെ ബെനിഫിറ്റ്സ് ആണ്. ഇപ്പോൾ ഈ സർവീസുകൾ എക്സ്പോർട്ട് ഫേംസിന് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റംസ് റിലേറ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകൾക്ക് എക്സ്പോർട്സിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ദെൻ 6 പോയിന്റ് സ്കീം ഓഫ് റെക്കഗ്നൈസിംഗ് എക്സ്പോർട്ട് ഫേംസ് ആസ് എക്സ്പോർട്ട് ഹൗസ്, ട്രേഡിംഗ് ഹൗസ് ആൻഡ് സൂപ്പർ സ്റ്റാർ ട്രേഡിംഗ് ഹൗസ്. അതായത് with an objective to promote established exporters and assist them in marketing their products in international markets, like government grants status of export house, trading house, star trading house to selected export firms. ചില ഫേംസിന് ചില ഫേവറിസംസ് റെക്കഗ്നേഷൻസ് കൊടുക്കും, ലൈക്ക് എക്സ്പോർട്ട് ഹൗസ് എന്നും ട്രേഡിംഗ് ഹൗസ് എന്നും സൂപ്പർ സ്റ്റാർ ഹൗസ് എന്നും ബൈ ഗവൺമെന്റ്. അത് അവരുടെ എക്സ്പോർട്ടിങ് കൂട്ടാനും ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവർക്ക് റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. ഈ സ്റ്റാറ്റസ് ഗ്രാൻഡ് ചെയ്യുന്നത് ടു എ ഫേം അച്ചീവിംഗ് പ്രിസ്ക്രൈബ്ഡ് ആവറേജ് എക്സ്പോർട്ട് പെർഫോമൻസ് ഇൻ പാസ്റ്റ് സെലക്ടഡ് ഇയേഴ്സ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കൃത്യമായിട്ടുള്ള പെർഫോമൻസ് ചെയ്തിട്ടുള്ള എക്സ്പോർട്ട് നടത്തിയിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള റെക്കഗ്നേഷനും സ്റ്റാറ്റസും കിട്ടത്തുള്ളൂ. ദെൻ ഉള്ളതാണ് എക്സ്പോർട്ട് ഫിനാൻസ്. എക്സ്പോർട്ടേഴ്സ് റിക്വയർ ഫിനാൻസ് അല്ലെ, എപ്പോഴും മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഫിനാൻസ് ആവശ്യമുണ്ട്. 2 ടൈപ്പ് ഓഫ് എക്സ്പോർട്ട് ഫിനാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്പോർട്ടേഴ്സിന്. പ്രീ ഷിപ്മെന്റ് ഫിനാൻസും പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസും. പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ടറിന് ഫോർ ഫിനാൻസിംഗ് ദ പർച്ചേസ്, മാനുഫാക്ചറിംഗ്, പാക്കേജിംഗ് ഇതിന് വേണ്ടിയിട്ട്. പോസ്റ്റ് ഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡഡ് ടു ദ എക്സ്പോർട്ടർ ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്റ്റെൻഡിംഗ് ഓഫ് ക്രെഡിറ്റ് after shipment of goods to the export country, the finance available at concessional rates of interest to the exporters.
സോ പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് എന്താണെന്ന് പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് എപ്പോഴും എക്സ്പോർട്ടർക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള സമയത്ത് ഫിനാൻസ് കൺസെഷണൽ റേറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഷിപ്മെന്റ് ആഫ്റ്റർ ഷിപ്മെന്റ് ഓഫ് ഗുഡ്സിനാണ് കൊടുക്കുന്നത്. Then export processing zones. Export processing zones are established as special enclaves separated from domestic tariff area. ഈ EPS എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺസ് ആണ്. ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ കൊടുക്കുന്ന ഒരു ഏരിയയാണ്. ഇന്റർനാഷണൽ കോമ്പറ്റീറ്റീവ് ആൻഡ് ഡ്യൂട്ടി ഫ്രീ എൻവയോൺമെന്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എക്സ്പോർട്ട് ഗുഡ്സ്. ഈ യൂണിറ്റ്സ് ഒരു സോണിലായിരിക്കും, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സോണിലായിരിക്കും ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. അത് ലോവർ കോസ്റ്റ് ആയിരിക്കും. അവർക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ഈസി ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ലൈസൻസ് ഇല്ലാതെ തന്നെ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 50% പ്രോഡക്റ്റ് കൺസെഷണൽ റേറ്റ് ഓഫ് ഡ്യൂട്ടിയിൽ അവർക്ക് സെൽ ചെയ്യാനായിട്ട് സാധിക്കും. This enables the products of EPZ to the competitive both quality wise and price wise of international market. EPZ have been set up in various places in India, like ഗുജറാത്തിലെ കാണ്ഡലയിൽ, മഹാരാഷ്ട്രയിലെ സാൻക്രൂസിൽ, കൊച്ചിയിലുണ്ട്, ചെന്നൈയിലുണ്ട്. നിങ്ങൾ ടെക്നോ പാർക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതെല്ലാം സെസ് ആണ്, സ്പെഷ്യൽ എക്കണോമിക് സോൺ. അതുപോലെ EPZ സോൺസ് ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാക്സിമം ഏൺ ചെയ്യുക, എക്സ്പോർട്ടിൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരിക, മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക, ഹൈ ടെക്നോളജി അഡ്വാൻസ് സ്കിൽസ് അക്വയർ ചെയ്യുക. ഇനി സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ EPZ സോൺസ് റീസെന്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ സ്പെഷ്യൽ ഏരിയ ഡീംഡ് ടു ബി എ ഫോറിൻ ടെറിട്ടറി ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡിംഗ് ആൻഡ് ഇമ്പോസിംഗ് ഡ്യൂട്ടീസ്. ഇവിടെ ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ എന്ന് പറയുന്നത് സെസ്സിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ഇമ്പോർട്ട് ആൻഡ് ഗുഡ്സ് ഗോയിങ് ടു സെസ് ഏരിയ ഫ്രം DTA ഈസ് ട്രീറ്റഡ് ആസ് ഡീംഡ് എക്സ്പോർട്സ്. ഗുഡ്സ് കമ്മിങ് ഫ്രം സെസ് ടു DTA treated as deemed imports and goods going cess area from DTA treated as deemed exports. Deemed importum deemed exports. Cess is free from all rules and regulations governing imports and exports units except relating to labor and banking. ഇവിടെ ഒത്തിരി റെഗുലേഷൻസ് ഫ്രീ ആണ്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് യൂണിറ്റ്സ് കൃത്യമായിട്ട് ലേബർ ആൻഡ് ബാങ്കിന്റെ കേസിലൊക്കെ ഇവർക്ക് ഒരുപാട് കൺസിഡറേഷൻസ് കിട്ടാറുണ്ട്. എന്തൊക്കെയാണ് EPZന്റെ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. മാക്സിമം ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്യുക, മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, എക്സ്പോർട്ടിൽ കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻസ് കൊണ്ടുവരിക, കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുക. ഇനി നമ്മൾ 100% എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. ഇവ എല്ലാ ബെനിഫിറ്റ്സിനും EPZന്റെ അണ്ടറിലുള്ള എല്ലാ ബെനിഫിറ്റ്സും കിട്ടാൻ യോഗ്യതയുള്ളതാണ് ഈ 100% എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ്. ഈ യൂണിറ്റ്സ് രാജ്യത്ത് എവിടെ വേണമെങ്കിലും തുടങ്ങാം. ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ് ടു ദ മെയിൻ പർപ്പസ് ഓഫ് എക്സ്പോർട്ടിംഗ് എൻറ്റയർ പ്രൊഡക്ഷൻ. അവരുടെ എൻറ്റയർ പ്രൊഡക്ഷനും അവർ എക്സ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സെറ്റപ്പ് മാർക്കറ്റ് ഡെവലപ്മെന്റ് അസിസ്റ്റൻസ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റ് ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് പല പർപ്പസിന് വേണ്ടിയിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് മാർക്കറ്റ് റിസർച്ചിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ എക്സ്പോർട്ട് പബ്ലിസിറ്റിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ട്രേഡ് ഫെയർസിലും എക്സിബിഷൻസിലും ഒക്കെ ട്രേഡ് ഡെലിഗേഷൻസ് ആൻഡ് സ്റ്റഡി ടീംസ്. ദെൻ അപ്പോയിന്റ്മെന്റ് ഓഫ് ട്രേഡ് റെപ്രസെന്റേറ്റീവ്സ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പല ട്രേഡ് റെപ്രസെന്റേറ്റീവ്സിനെയും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരാണ് കൃത്യമായിട്ട് സർവേയും പോസിബിലിറ്റീസ് ഓഫ് എക്സ്പോർട്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. ദെൻ ഇന്റർനാഷണൽ വേൾഡിലുള്ള കുറച്ച് ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ നമുക്ക് നോക്കാം. ഒന്ന് വേൾഡ് ബാങ്ക് ആണ്. അത് IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റിക്കൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. വേൾഡ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1945 ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേൾഡ് വാറിന് ശേഷം എക്കണോമിനെ റീകൺസ്ട്രക്ട് ചെയ്തതും 1950 ശേഷം വേൾഡ് ബാങ്ക് കൂടുതൽ അണ്ടർ ഡെവലപ്ഡ് നേഷൻസിലേക്ക് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. പിന്നെ ഉള്ളതാണ് IDA, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ. IDA സെറ്റപ്പ് ചെയ്തത് 1960 വേൾഡ് ബാങ്കിന്റെ പാർട്ടായിട്ടാണ് IDA സെറ്റപ്പ് ചെയ്തത്. സോഫ്റ്റ് ലോൺസിന് വേണ്ടിയിട്ട്, അതായത് പൂറസ്റ്റ് കൺട്രീസിന് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് IDA കൂടുതലും സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെ സോഫ്റ്റ് ലോൺ വിൻഡോ ഓഫ് IBRD എന്നും അറിയപ്പെടുന്നുണ്ട്. ശരിക്കും IDA കൃത്യമായിട്ട് ഫിനാൻസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയും ലെസ് ഡെവലപ്ഡ് കൺട്രീസിന് ഫിനാൻസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയും കൂടുതൽ പോവർട്ടി ഉള്ള കൺട്രീസിലെ എഡ്യൂക്കേഷൻസ് കൊടുക്കുകയും പൂറസ്റ്റ് കൺട്രീസിന് കൂടുതൽ അസിസ്റ്റൻസ് കൊടുക്കുകയും ഫിനാൻസ് കൺസെഷണൽ റേറ്റിൽ എക്കണോമിക് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്തു. ദെൻ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ IFC എന്ന് പറയുന്നത് 1956 ജൂലൈയിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ലൈക്ക് ടു പ്രൊവൈഡ് ഫിനാൻസ് ടു പ്രൈവറ്റ് സെക്ടർ ഇൻ ഡെവലപ്പിംഗ്
കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസിന്റെ പ്രൈവറ്റ് സെക്ടറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ നിലവിൽ വന്നത്. ദെൻ മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി MIGA. MIGA എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988 വേൾഡ് ബാങ്കിന് IFCക്കും സപ്ലിമെന്റ് ആയിട്ടാണ് MIGA നിലവിൽ വന്നത്. പ്രധാനമായിട്ടും ഇൻഷുറൻസ് കവറേജ് കൊടുക്കും, പൊളിറ്റിക്കൽ റിസ്കിന് അഗൈൻസ്റ്റുള്ള ഇൻഷുറൻസ് കവറേജ് കൊടുക്കുക, ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഡെവലപ്പിംഗ് കൺട്രീസിനെ സഹായിക്കുക, നോൺ കൊമേഴ്ഷ്യൽ റിസ്കിന് അഗൈൻസ്റ്റ് ആയിട്ട് ഗ്യാരണ്ടി ചെയ്യുക. ദെൻ ഫിഫ്ത്ത് വൺ ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMF എന്ന് പറയുന്നത്. വേൾഡ് ബാങ്കിന് ശേഷം വൺ ഓഫ് ദി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, മേജർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ഈ IMF. 1945 എസ്റ്റാബ്ലിഷ് ചെയ്തത്. എക്സ്ചേഞ്ച് റേറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഷോർട്ട് ടേം ലോൺസ് കൺട്രീസിന് കൊടുക്കാൻ, ഷോർട്ട് ടേം ഫോറിൻ എക്സ്ചേഞ്ച് പ്രോബ്ലംസ് മീറ്റ് ചെയ്യാനൊക്കെയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പ്രധാനമായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത്. ദെൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, GATT എന്ന് പറഞ്ഞ എഗ്രിമെന്റ് ഉണ്ട്, എഗ്രിമെന്റ് ഫോർ ട്രേഡ് ആൻഡ് ടാരിഫ്. ഇത് ട്രാൻസ്ഫോം ചെയ്താണ് WTO അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയത് 1995. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. WTO ഡീൽ ചെയ്യുന്നത് ഗ്ലോബൽ റൂൾസ് ഓഫ് ട്രേഡ് ആണ്. നമ്മൾ ഇപ്പോൾ ട്രേഡിന്റെ ചാപ്റ്റർ പഠിച്ച സ്ഥിതിക്ക് WTO ആണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മേജർ ഓർഗനൈസേഷൻ ഇൻ ദി ഏരിയ ഓഫ് ട്രേഡ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻസ് പറഞ്ഞത് സ്മൂത്ത് ആയിട്ട്, പ്രഡിക്റ്റബിൾ ആയിട്ട്, ഫ്രീലി ആയിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുക, സോൾവ് ചെയ്യുക ട്രേഡ് പ്രോബ്ലംസ് എന്തെങ്കിലും രാജ്യങ്ങൾ തമ്മിലുണ്ടെങ്കിൽ മൾട്ടിനാഷണൽ ട്രേഡ് നെഗോഷിയേഷൻസ് നടത്തുക എന്നുള്ളത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫൗണ്ടിങ് മെമ്പർ ഓഫ് WTO ആണ്.